വിദഗ്ധ നിർദ്ദേശമനുസരിച്ചുള്ള DPR ലഭിച്ചാൽ ഉടൻ തന്നെ മുതലപ്പൊഴി സമഗ്ര പാക്കേജിന് കേന്ദ്ര അനുമതി നൽകുന്നതിനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുതലപ്പൊഴി വിഷയത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരോ അല്ല, ഇതിന്റെ വിദഗ്ധരാണ്. അതായത് വിദഗ്ധ നിർദ്ദേശം മറികടന്നാൽ നാളെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കും. അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകും. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകുന്ന അവസരത്തിൽ എന്തുകൊണ്ട് വിദഗ്ധ അഭിപ്രായം നടപ്പിലായില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അത് നടപ്പിലാക്കിയവര് ലയബിളാകും. സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കി തരാം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അത് വിദഗ്ധമായിട്ട് പഠിച്ചതിന് ശേഷം എത്രയും വേഗം കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൊടുക്കും. അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 60% മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാവുകയുള്ളൂ. 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടു, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ ഞാൻ കണ്ടു, ജനപ്രതിനിധികൾ, കേരളത്തിലെ എല്ലാ MPമാരും, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ MPമാരും എന്നെ കാണുകയും 1-2 പേര് തിരക്കുള്ളവർ കാണുമായിരിക്കും. അല്ലാത്തവരെല്ലാം തന്നെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായങ്ങൾ, അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരുടെ, ഡയറക്റ്റ് ആയിട്ടുള്ളവരുടെ അഭിപ്രായം ഈ DPR പരിഗണിക്കുന്ന അവസരത്തിൽ അവരുടെ അഭിപ്രായം കൺസിഡർ ചെയ്യണം എന്ന് ഒഫീഷ്യലായിട്ട് ഞാൻ നോട്ട് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ അതേതായാലും ആ തലത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതങ്ങനെ പറയുകയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ജനപ്രതിനിധികളല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരാണ്. ജനങ്ങളുമായിട്ടുള്ള ചർച്ച നടന്നു, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടന്നു. ഇനി ഫർദറായിട്ട് ഈ ഇവിടുന്ന് DPR കിട്ടുന്നതിന്റെ, ഫൈനൽ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും. സ്ട്രക്ചറൽ ഡിസൈൻ